ഇന്ന് നമുക്ക് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധാരണ നമ്മൾ റെഡിയാക്കുന്ന തോരനിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തി ഒരു തോരൻ റെഡിയാക്കിയാലോ? എപ്പോഴും ക്യാബേജും ക്യാരറ്റൊക്കെ വെച്ചിട്ടല്ലേ തോരൻ റെഡിയാക്കുന്നത്. ഇന്ന് 2 ഐറ്റംസ് ഞാൻ ഇതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകും ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്തെ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. ഇതൊന്ന് വാടി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബ്രോക്കോളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായി തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തോരനിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സോയാ ചങ്ക്സ് കുറച്ച് വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത സോയാ ചങ്ക്സ് നമുക്ക് ഈ തോരനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും അവസാനം സോയാ ചങ്ക്സ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഉഴുന്ന് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ സെസമി സീഡ് ചേർത്ത് വൈറ്റ് സെസമി സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ആ നെയ്യോടുകൂടി നമുക്ക് ഈ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ തോരൻ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ല സിമ്പിൾ ഈസി ഹെൽത്തി റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.